ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലോ ടൈം. നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മുരിങ്ങയിലും മുരിങ്ങക്കായും ഉപയോഗിച്ചിട്ടുള്ള ഒരു സൂപ്പ്. ഇന്നിപ്പോൾ മുൻപ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിൽ കാണാം നമുക്ക് ഒരു മുരിങ്ങ കൊമ്പ് ഒടിഞ്ഞു വീണു. അപ്പോൾ നല്ല മുരിങ്ങക്കായ ഒത്തിരി അധികം കിട്ടി. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഉണ്ടാക്കാം, അവിയൽ, സാമ്പാർ, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കും. ഇന്നൊരു വ്യത്യസ്തമായിട്ട് സൂപ്പ് ഉണ്ടാക്കി. സൂപ്പ് പലതരത്തിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കി, സിമ്പിളായിട്ടുള്ള സൂപ്പ്. അതായത് നിങ്ങൾ കാണാം, റെസിപ്പി നമുക്ക് കാണാം. പക്ഷെ വളരെ സിമ്പിളാണ് സാധനം കണ്ടോ. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ തിക്കനിങ്ങിന് വേണ്ടി, കട്ടിക്ക് വേണ്ടി, എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം ഒരു തിക്ക് സൂപ്പാണ്. അതിനുവേണ്ടി നമ്മളെന്താ കുറച്ച് ആരോ റൂട്ട് കൂവപ്പൊടി നമ്മൾ ചേർക്കും. 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി, ഒരു 1/2 ലിറ്ററിന് അത്ര വേണ്ടു. ഒരു ചെറിയ മീഡിയം കൺസിസ്റ്റൻസി കിട്ടി. അടിപൊളി സൂപ്പാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഇതേപോലെ നമുക്കൊരു മുരിങ്ങക്ക സൂപ്പ് ഉണ്ടാക്കാം. അതിന് ഒപ്പം ആരോ റൂട്ട് കലക്കി ഒഴിക്കുക. വളരെ ഈസിയാണ് കേട്ടോ. തൊലി കളയണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. വലുപ്പം ഒരു പ്രശ്നമല്ല, കാരണം നമ്മളൊരു പ്യൂരെ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആരോ റൂട്ട് അല്ലെങ്കിൽ കൂവപ്പൊടി കലക്കി വെച്ചാൽ കട്ടില്ലാതെ നമുക്ക് ഒഴിക്കാം കേട്ടോ. സൂപ്പിന് ഒരു ചെറിയ തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് കലക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സൂപ്പിൽ നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കട്ടി കിട്ടും. ഒത്തിരി കട്ടി വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള കട്ടി മതി. അപ്പോൾ നല്ല വെള്ളത്തിലാണ് കലക്കി വെച്ച് കിട്ടും. നമ്മൾ സൂപ്പ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുരിങ്ങക്ക കട്ട് ചെയ്ത് അതിലിടും. മുരിങ്ങക്ക കട്ട് ചെയ്തിട്ടാൽ ഇത് മുരിങ്ങ ഇലയാണ്, അതിൻ്റെ പൂവും കൂടിയുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ഇട്ടു. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മുരിങ്ങയില ഇടുക, കാരണം രണ്ടും 2 വേവാണ്. അതുകൊണ്ട് കേട്ടോ, ഇതൊത്തിരി വെന്ത് അതിൻ്റെ നിറം പോഷകാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുരിങ്ങയില വെന്തതിന് ശേഷം നമ്മൾ അങ്ങ് ആഡ് ചെയ്തു കേട്ടോ. മുരിങ്ങ വെന്തതിന് ശേഷം മുരിങ്ങയില ഇട്ടു. അതിൽ കറുത്ത കുരുമുളകും അല്പം ഉപ്പും ഇട്ടു. ഇത്ര മാത്രമേ ഞാൻ മസാല ഇടണുള്ളൂ, സ്പൈസസ് ഇടണുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ജീരകപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കോക്കനട്ട് മിൽക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. നമ്മളിത് മുൻപ് കലക്കി വെച്ചിരിക്കുന്ന സ്ലറി എന്ന് പറയും, അതായത് കോൺ സ്റ്റാർച്ചിനൊക്കെ പകരം നമ്മൾ ഇത് ഉപയോഗിക്കണം കേട്ടോ. ആരോ റൂട്ട് നല്ല ഹെൽത്തിയാണ്. ആ പൗഡർ നമ്മൾ കലക്കി വെച്ചത് അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കണം കേട്ടോ. തണുത്ത് ഇതിന് നല്ല ഗ്രീൻ കളറും ഉണ്ട്. തണുത്തതിന് ശേഷം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ മകൻ അവന് തിക്ക് സൂപ്പ് ഇങ്ങനെ കരടൊന്നും കണ്ടാൽ പിന്നെ അവൻ കഴിക്കില്ല. അതുകൊണ്ട് നമ്മളൊന്ന് അടിച്ച് പ്യൂരി സൂപ്പ് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ പ്യൂരി സൂപ്പാണ്. നമ്മൾ ഇതിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെയുള്ള ഫാറ്റോ ഒന്നും ചേരുന്നില്ല. അപ്പോൾ ഒരു ഹെൽത്തി സൂപ്പാണ്. ഹെൽത്തി കോൺഷ്യസ് ആയ ആർക്കും ഇത് ഉണ്ടാക്കി കഴിക്കാം. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. ബൈ സജീസ് ഫ്ലവർ.